അപ്പോൾ ഇനി ഫോറസ്റ്റിലേക്ക് കയറണം. സാധനം ഇങ്ങനെ എടുക്കാറ്, വീഡിയോ ഒരു കയ്യിലിങ്ങനെ പിടിച്ചിട്ട് എടുക്കണം. ആണ് ഈ ഇളകണത്. ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഹെൽമെറ്റ് ക്യാമറ ഓഫ് ചെയ്യാം. ഓക്കെ. സോണിയുടെ ക്യാമറയുടെ ഒച്ചുണ്ടാവും, പക്ഷെ വണ്ടികളുടെ പ്രശ്നമാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കാട്ടിലൂടെ തനിച്ച് സഞ്ചരിക്കാം. ആന ഉണ്ടാവും എന്നൊക്കെ ഇവിടെ ബോർഡുണ്ട്. രാത്രികാലം കാട്ടുമൃഗങ്ങൾ റോഡ് കുറേ കിടക്കാൻ സമയമുണ്ട്. അങ്ങോട്ട് ലൈറ്റാണ്. ഏകദേശം 5:20 ആയി കാണും ടൈം. ഇട്ടായി തുടങ്ങി. കാരണം അതൊക്കെ ശരിക്കും ഡീപ്പായോണ്ടേ ബുള്ളറ്റ് ഓടാം. ശരിക്കുള്ള ഫോറസ്റ്റിൻ്റെ ശബ്ദവും സുഖവും അനുഭവിച്ചുള്ള പഴയ ആളുകളാണ്. കാരണം ഇതുപോലുള്ള വാഹനത്തിരക്കൊന്നൊന്നുമില്ല. ഇതുപോലെ ഒച്ചയും ബഹളവും നമുക്കതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ആ പഴയ ആൾക്കാർ ഇപ്പോൾ അത് മറ്റേ കുതിരവണ്ടികളുടെ സമയത്ത് കിടക്കിടാവുന്നുണ്ടാവും. നടന്നു പോകുന്ന ആളുകളില്ലേ, രാത്രി വന്നാൽ കറക്റ്റായിരിക്കും, വാഹനങ്ങളില്ലാത്ത സമയത്ത്. അങ്ങനെ പകലൊക്കെ അവരായിരിക്കും ആസ്വദിച്ചിട്ടുണ്ടാവും. കാണും ഉൾപ്രദേശങ്ങളിലേക്ക് പോയി ഉണ്ടാവും. ഇപ്പോൾ സമയം 5:36. ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. വല്ലപ്പോഴും വണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതാണ്. കുറച്ചും കൂടി ബാക്കിയുണ്ട്. 3 ബാക്കി വന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ. കപ്പലിൻ്റെ തൊട്ടട്ടേ ഇല്ല. അപ്പോൾ തന്നെ വയറിറങ്ങിട്ടോ. ഇനിയിപ്പോൾ അത് തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമില്ല. എന്നാൽ പിന്നെ ഒരെണ്ണം കഴിക്കാം. ഇപ്പോൾ പെരുമ്പാവൂരും ഇതൊക്കെ കടന്നു പോകണ്ടേ, അപ്പം അതിനോടൊരു എനർജി വേണ്ടേ. അപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ കുറച്ച് വെള്ളം കുടിക്കാം. ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാം. അതാണ് മെയിനായിട്ട്. ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഫോറസ്റ്റ് ഏരിയയാണ്. നോട്ടെ എപ്പോഴാണ് വല്ലതും പുലിയോ എന്തെങ്കിലുമൊക്കെ ചാടി വീണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും. അതാണ് പ്രശ്നം. നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് കഴിക്കേണ്ടി വരും. അത് ശരിയല്ല. 1-2 പേര് വരുന്ന പോലെ അല്ല, ഒരുപാട് പേരിങ്ങനെ നോക്കും. ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഭക്ഷണം കഴിയാതിരിക്കാൻ പറ്റാതെ.
കാട്ടിലൊക്കെ ഈ പാഴ് വൃക്ഷങ്ങളാണ്. പാഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കല്ല, മറ്റേ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു നമുക്കും കഴിക്കാം, മൃഗങ്ങൾക്കും കഴിക്കാം. ഞങ്ങൾ ഇതുവരെയൊക്കെ ഉള്ളൂ. കാടും കുന്നും മലയൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. അല്ലാതെ വെള്ളക്കെട്ടൊന്നും അങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ബാക്കിയുള്ള തീർത്തില്ലെങ്കിലേ വീടത് മണിന്നും ചിലപ്പോൾ പ്രശ്നം. എന്നൊക്കെ പറഞ്ഞാലും അവനെ ഞാൻ ശരിക്കും മിക്സ് ചെയ്യുന്നുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാനിത് പബ്ലിക്കായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ എല്ലാ ദിവസവും അതാണ് പറഞ്ഞ. ബസ് റൂട്ടാണ്, പിന്നെ ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ തേക്കാണ് കംപ്ലീറ്റ്. ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കുന്നൊരു പ്രദേശം. അങ്ങോട്ട് പോയപ്പോൾ ലൈറ്റ് അമർന്നായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഇരുട്ടി തുടങ്ങി. 5-6 മണിയാകുമ്പോൾ ഇവിടെ ആന ഇറങ്ങും എന്നുള്ള ഇതുണ്ട്, കണ്ട ബോർഡ്. നമ്മൾ ചെന്ന ആന ഇറങ്ങും. രാത്രികാലങ്ങളിൽ കാട്ടുമൃഗങ്ങൾ റോഡ് കൂടെ ചാടാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ വളവുകളിൽ ശ്രദ്ധിച്ചും വേഗത കുറച്ചും യാത്ര ചെയ്യുക. ചേലമല വനസംരക്ഷണ സമിതി, പുന്നേക്കാട്, കീരമ്പാറ ആണ് സ്ഥലം. പുന്നേക്കാട്, കീരമ്പാറ. ഓക്കെ. മൃഗങ്ങളുണ്ട് ഇവിടെ, ഓൾറെഡി ഉണ്ട്. രാത്രിയാകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ രാത്രി ഇതിലേ പോവാം. പക്ഷെ ഇങ്ങനെ എഴുതി വെച്ചാൽ ആദ്യം രാത്രി കാണും. അത് ആരും കാണാൻ വേണ്ടിയില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ പൊന്ന് തങ്കക്കുടത്തിനെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അത് ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ സത്യത്തിൽ ഞാൻ എന്നാൽ അവനെൻ്റെ കൂടെ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് മിസ് ചെയ്യണ്ടവൻ, ഒരു സംശയവും വേണ്ട. ഓക്കെ, ഇതൊന്നും പറയാൻ
പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ സത്യത്തിൽ. എല്ലാ ദിവസവും ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാൻ കരയും. എല്ലാ ദിവസവും ഒരു ദിവസം പോലുമില്ല കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് കരയാത്ത, ഒരു ദിവസം പോലുമില്ല. അമ്മയുടെ ഗർഭപാത്രം മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ട്വിൻസ് ഇരട്ടകൾക്ക് കിട്ടുന്നൊരു ഭാഗ്യം അതാണ്. മറ്റു മക്കളൊക്കെ സഹോദരന്മാരെ സഹോദരിനെ കാണുന്നതൊക്കെ 10 മാസം കഴിഞ്ഞ ശേഷമാണ്. ഞങ്ങൾ പക്ഷേ 10 മാസം മുമ്പ്, അതായത് 10 മാസമല്ല, ജനിക്കുന്നതിന് മുമ്പേ, നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പേ ഞങ്ങൾ പരസ്പരം കണ്ടുള്ള ആളുകൾ. അതാണ് ട്വിൻസുകളുടെ ഒരു പ്രത്യേകത. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്കും ഡീപ്പാണ്. പോരാത്തതിന് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പങ്ക് രണ്ടുപേരും ഈക്വലായിട്ട് എടുക്കുന്നു. അവിടെ മുതലേ ഞങ്ങൾ ഷെയർ ചെയ്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ മുതൽ അതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അത് ഞങ്ങൾ മാത്രമല്ല, ഇരട്ടകളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്.